ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രവചനം അത് ദൈവത്തിൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നു. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകളിലൂടെ ധ്യാനപൂർവം നാം കടന്നു പോകുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പീഡാസഹനങ്ങളുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. വീണ്ടും ജെറമിയ 1:8 ഒരു പ്രവാചക ശബ്ദമുണ്ട്. നീ അവരെ ഭയപ്പെടേണ്ട, നിന്നെ രക്ഷിക്കുവാൻ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. പ്രിയരെ, ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. മുന്നോട്ടുള്ള ജീവിതം കഠിനമാണ്, ക്ലേശമാണ്. സ്തുതി പാടിയവർ പിരിഞ്ഞു പോയേക്കാം. ഇതിനെയെല്ലാം തരണം ചെയ്ത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളും പ്രവാചക ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാകട്ടെ. ആമേൻ.